കുളം പ്ലസ് പ്രാന്തത്തി. വിഷ്ണുപ്രസാദിന്റെ കവിത. പ്രാന്തത്തി ദിവസവും വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ വരും. കുളം അവളുടെ കാമുകനാണെന്നാ വിചാരം. അവൾ കുളത്തിനോട് അംഗവിക്ഷേപങ്ങളോടെ കഥ പറയും, പരിഭവിക്കും, ഉടുതുണി അഴിച്ചിട്ട് മതിയാവോളം കെട്ടിപ്പിടിക്കും. കുളക്കരയിലിരുന്ന് കുറേ നേരം മുടികോതും, കരയും, ചിരിക്കും. ഒരു ചെറുചിരിയുമായി കുളം നിശബ്ദനായി കിടക്കും. എല്ലാം കേട്ട് ഒരു മീൻകൊത്തി ഇങ്ങനെ ചീത്ത പറയും: നാണമില്ലാത്ത കുളമേ, എത്ര പെണ്ണുങ്ങളുടെ നഗ്നത കുടിച്ചാലും മതിവരാത്തവനെ, ഈ പ്രാന്തത്തിയെയെങ്കിലും നിനക്ക് ഒഴിവാക്കിക്കൂടെ എന്ന്. എന്നിട്ടോ ഒരു ദിവസം നമ്മുടെ പുന്നാര പ്രാന്തത്തിയെ അവളുടെ കാമുകനായ കുളം കെട്ടിപ്പിടിച്ച് വിടാതെ തിരിച്ചും മറിച്ചുമിട്ട് ചുംബിച്ച് വശം കെടുത്തി. 1, 2, 3 എന്നെണ്ണി 3 വട്ടം മുക്കി. അങ്ങനെ അവൾ നമ്മുടെ പ്രാന്തത്തി പിടഞ്ഞ് തൻ്റെ കാമുകനിൽ വിലയിച്ചു എന്നാവും നിങ്ങൾ ധരിക്കുന്ന ക്ലൈമാക്സ്. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. 36, അതായത് നമ്മുടെ പ്രാന്തത്തിയാണ് ടിയാനെ തിരിച്ചും മറിച്ചുമിട്ട് മേൽപ്പറഞ്ഞ നടപടി അക്രമങ്ങൾ കാണിച്ചത്. അങ്ങനെ ശ്വാസം മുട്ടി പിടഞ്ഞ് ആ കുളം പ്രാന്തത്തിയിൽ ചത്തുപൊങ്ങി. ആ കുളത്തിൻ്റെ ശവവും കൊണ്ടാണ് ഇപ്പോഴും പ്രാന്തത്തിന്റെ നടപ്പ്. എല്ലാ കുളങ്ങൾക്കും ഇപ്പോൾ പ്രാന്തത്തിയെ പേടിയാണ്. 2006 കുളം പ്ലസ് പ്രാന്തത്തി എന്ന കവിത വിഷ്ണുപ്രസാദ് ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിൻ്റെ പേരും കുളം പ്ലസ് പ്രാന്തത്തി എന്നായിരുന്നു. ആഗോളവാണി പോയിട്രി റേഡിയോ.